വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, നമ്മുടെ അവസാനം പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ജെമിനി മാൻ. ജെമിനി മാൻ എന്നുള്ള പുസ്തകം എനിക്ക് തോന്നുന്നത് നമ്മുടെ കോശിച്ചായൻ്റെ ജീവിതത്തിൽ പ്രകാശം പരത്തിയ ശ്രീമതി റോഷ്നിക്ക് സമർപ്പിക്കേണ്ടതായിരുന്നു എന്നുള്ളത്. കാരണം ആ പുസ്തകം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞ് വായിക്കുമ്പോൾ അറിയാം എത്രയെത്ര കുസൃതികളാണ് അതിൽ ഡാലി ഉമ്മൻ കോശി വരച്ചു വെച്ചിട്ടുള്ളതെന്ന്. അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഒരു 4 ലൈൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ജെമിനി മാൻ എന്നുള്ളതിൻ്റെ ഒരു അർത്ഥം ഞാനിന്ന് നോക്കുകയായിരുന്നു, എന്തായിരുന്നു അതിൻ്റെ പ്രത്യേകത എന്നുള്ളത്. Gemini personality is extremely entertaining. When they find the right partner, Geminis are extremely faithful. Geminis are extremely faithful. അങ്ങനെ നല്ല പാർട്ട്ണറെ ആണ് റോഷ്നിയിൽ കണ്ടത് എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹം നല്ല ഫെയ്ത്ത്ഫുൾ ഹസ്ബൻഡായിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് ഇതിനകത്തിൽ പറയാനുള്ള ഒരു കാര്യം. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം എഴുതിയ കവിതകളിൽ അതിൻ്റെ ഒരു ബഹിർസ്ഫുരണം നമുക്ക് കാണുവാൻ കഴിയുന്നത്. The hills and valleys know her voice. Our love soared as birds over the hills. Our kisses became a song and went with the wind. Her fears of joy trickled down and moistened the earth and the grass. ഇവിടെ ചെറിയാച്ചൻ പറഞ്ഞതുപോലെ 1976 അടിയന്തരാവസ്ഥ സമയത്ത് അദ്ദേഹം എഴുതിയാണ് തൻ്റെ ഭാവി പത്നി എങ്ങനെയായിരിക്കണം എന്നുള്ള ആ ഒരു ചിന്തയിൽ എഴുതിയ ആ ഒരു പുസ്തകത്തിൻ്റെ വരികൾ എത്രയോ ചിന്തോദ്ദീപകമാണ് നമുക്കെന്നുള്ളതാണ്. നമ്മൾ ആർക്കെങ്കിലും, നമ്മുടെ ഭാര്യമാർക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു 2 ലൈൻ ഇതുപോലെ എഴുതി വെച്ചിരുന്നെങ്കിൽ എത്രയോ സുന്ദരമായിരുന്നു. മുത്തൂറ്റ് സുശീല അവിടെ ഇരുന്ന് ചിരിക്കുകയാണ്. അപ്പോൾ അവർ വിചാരിക്കുന്നത് എൻ്റെ പ്രിയ ഭർത്താവ് ജേക്കബൂട്ടി ഇങ്ങനെയൊന്നും എഴുതിയിട്ടില്ലല്ലോ എന്നുള്ള ഒരു ചിന്തയിലാണ്. അതിൽ കുഴപ്പമൊന്നും കാണുന്നില്ല, വളരെ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഈ പുസ്തകം ഇക്കാരണത്താൽ നമ്മുടെ റോഷ്നിക്ക് സമർപ്പിക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അയ്യപ്പനും കോശിയും എന്നുള്ള സിനിമ നമ്മൾ കണ്ടിട്ടുള്ളത് കൊണ്ട് റോഷ്നിക്ക് ഇനി ഒരു പുസ്തകം രചിക്കാവുന്നതാണ്, ഞാനും കോശിയും, അല്ലെങ്കിൽ റോഷ്നിയും കോശിയും എന്നുള്ളൊരു പുസ്തകം. അതിന് യാതൊരു മടിയും വിചാരിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സുഹൃത്തുക്കളെ, ഞാൻ ആദ്യം വായിച്ച പുസ്തകം വളരെ സമയമെടുത്തത് വായിച്ചു തീർക്കാൻ. അതൊന്നും ഞാൻ പറയാനല്ല എൻ്റെ കുറിപ്പടികൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഏകദേശം 480-500 പേജോളമുള്ള ഒരു വലിയ പുസ്തകമാണ്. ആ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പ്രത്യേക ചിന്ത എന്ന് പറയുന്നത്, ഒരു മലയാളിക്ക് ഒരു ഡിസൈനിനെ കുറിച്ചും കൈത്തറിയെക്കുറിച്ചും കരകൗശലത്തെക്കുറിച്ചും നൈപുണ്യം എന്ന അശ്ലീല പദം ഉപയോഗിക്കാതെ ഞാൻ പറയുകയാണ്, നൈപുണ്യത്തെക്കുറിച്ചും പറയുവാനുള്ള ശേഷി കൈവരിച്ചതിൻ്റെ അദ്ദേഹത്തിൻ്റെ യാത്രയുടെ അനുഭവ കഥകളാണ് അതിൽ വളരെയധികം വർണ്ണിച്ചിട്ടുള്ളത് എന്ന്. ഒരു മലയാളിക്ക് സാധ്യമായ പടവുകളെല്ലാം തന്നെ കടന്നു കയറി തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിക്കുവാനായി നമ്മുടെ പ്രിയങ്കരനായ കോശിക്ക് സാധിച്ചു എന്നുള്ളത് വളരെ അസൂയാവഹമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ ശ്രീ കോശിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം റോട്ടറിയിലെ ഒരു കുടുംബാംഗമാണ്, റോട്ടറി ഇൻ്റർനാഷണലിൻ്റെ ഒരു അംഗമാണ് അദ്ദേഹം. അങ്ങനെയുള്ള ഒരാൾ ഇതുപോലെയുള്ള ഒരു ഉത്തുംഗ ശൃംഗങ്ങളിൽ വിരാജിച്ച ശേഷം ഞങ്ങളുടെ ക്ലബിൽ വന്നു ചേരുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ബഹുഭൂരിപക്ഷം ആൾക്കാരും റോട്ടറി കുടുംബാംഗങ്ങളാണ്. അവർക്കുണ്ടാകുന്ന സന്തോഷവും അതിരറ്റതാണെന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ ഈ നമ്മുടെ ഓൾ ബൈ ഡിസൈൻ എന്ന പുസ്തകത്തിൻ്റെ കഥ തുടങ്ങുന്നത് തന്നെ അതൊരു കഥയായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ആ കഥ തുടങ്ങുന്നത് തന്നെ എൻ്റെയും കോശിയുടെയും ഗ്രാമീണ പശ്ചാത്തലത്തെ വർണ്ണിച്ചുകൊണ്ടാണ്. വളരെയധികം സമയമൊന്നും എടുക്കാതെ ചുരുങ്ങിയ 5-8 പേജുകളിൽ വർണ്ണിച്ചുകൊണ്ട് അഭംഗുരം ഒഴുകുന്ന ഒരു മാനേജ്മെൻറ്റ് പുസ്തകമാണ് ഈ ഓൾ ബൈ ഡിസൈൻ എന്നുള്ളത് പറയുന്നതിൽ യാതൊരു സംശയമില്ല. ദേശീയ അന്തർദേശീയ തലങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചതിൻ്റെ, വിവിധ സ്ഥാപനങ്ങളിൽ പ്രവർത്തിച്ചതിൻ്റെ അനുഭവ കഥകളാണ്. ഒരുപക്ഷെ നിങ്ങൾക്കറിയില്ല അദ്ദേഹത്തിൻ്റെ എക്സ്പോഷർ എന്തുമാത്രം ഉണ്ടായിരുന്നു എന്നുള്ളത്. ഹാർവാർഡ് സർവകലാശാല, IIT, UNDP, ന്യൂയോർക്കിലെ ഫാഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ടെക്നോളജി,
അതുപോലെ NIFT, NID, ATDC എന്ന് പറയുന്ന അതിപ്രശസ്തമായ സ്ഥാപനങ്ങൾ ഇന്ത്യയിലെയും വിദേശത്തെയും അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ വിരാജിച്ച ശേഷമാണ് ശ്രീ കോശി നമ്മുടെ ഈ നാട്ടിലേക്ക് എത്തപ്പെട്ടത്. ഇവിടുത്തെ അദ്ദേഹത്തിൻ്റെ യാത്ര തുടങ്ങുന്ന ഒരു പ്രധാന ഘട്ടം ഹാൻഡ്വീവ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലായിരുന്നു. ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ ആ സ്ഥാപനത്തിൽ അദ്ദേഹം എത്തപ്പെട്ടത് തന്നെ വളരെ വിചിത്രമായ ഒരു കഥയാണ്. അവിടെ ചെന്ന് കയറുമ്പോൾ അവിടെ യാതൊരു പണിയും ഇല്ലാതെ ഗ്രാമീണ ഭാഷയിൽ പറഞ്ഞാൽ ചൊറിയും കുത്തിയിരിക്കുന്ന ആൾക്കാരായി അതപ്പതിച്ചു പോയ ഒരു കൂട്ടം ജീവനക്കാരുടെ തലവനായി അവിടെ ചെന്ന് കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അശ്രാന്ത പരിശ്രമ ഫലമായി അവർക്ക് ശമ്പളം മുടങ്ങിക്കിടുന്നതെല്ലാം തന്നെ കൊടുക്കാൻ സാധിച്ചു. 8.33% ഗവൺമെന്റ് നിഷ്കർഷിച്ച ബോണസ് കൊടുക്കുവാനിടയായി. അതുകൂടാതെ അവിടെ പെരി എല്ലിസ് എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ ഷർട്ട് കമ്പനി, ആ ബ്രാൻഡിന് 40,000 ഷർട്ടുകൾ നിർമ്മിച്ചു കൊടുക്കുവാനുള്ള ഒരു ഓർഡറും കരസ്ഥമാക്കി. അങ്ങനെ കയറ്റി അയച്ചു. അതെനിക്കറിയത്തില്ല, കയറ്റി അയച്ച് കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ ആ ഒരു സ്ഥാപനത്തെ പടുത്തുയർത്തിക്കൊണ്ടുവന്ന ആ കോശിയെ അവിടുത്തെ ജീവനക്കാർ ഘരാവോ ചെയ്ത് 12ഓളം മണിക്കൂർ ഇരുത്തിയ കഥ അക്കാലത്തെ 80കളിലെ കേരളത്തിൻ്റെ ശോചനീയമായ വ്യാവസായിക അന്തരീക്ഷത്തെ വരച്ചു കാട്ടുന്ന ഒന്നായി ഈ പുസ്തകത്തിൽ ഒരു കരടായി നിഴലിച്ചു നിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യവും നാം മനസ്സിലാക്കി കഴിയേണ്ടതാണ് എന്നെനിക്ക് തോന്നുകയാണ്. ഒരവസരം ഇനിയും അദ്ദേഹത്തിൻ്റെ ചരിത്രമെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 1961 സ്ഥാപിച്ച നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ എന്ന് പറയുന്ന ഒരു സാധാരണ സ്ഥാപനത്തെ അന്തർദേശീയ തലത്തിലേക്ക് ഉയർത്തുവാൻ അദ്ദേഹം കാണിച്ച ശുഷ്കാന്തിയാണ്. 26 ലോകോത്തര ഡിസൈൻ കോളേജുകളിലെ ഒന്നാണെന്ന് ന്യൂസ് വീക്ക് എന്ന് പറയുന്ന അന്താരാഷ്ട്ര പ്രസിദ്ധീകരണം അനേക വർഷങ്ങളോളം റേറ്റ് ചെയ്ത ഒരു സ്ഥാപനമാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ്റെ കഠിനാധ്വാനം എത്രമാത്രമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിനുവേണ്ടി എന്തെല്ലാം ചെയ്തു എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കാണാം. നമ്മുടെ ഇന്ത്യൻ അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന അബ്ദുൽ കലാം ആസാദ്, നമ്മുടെ ഇന്ത്യയുടെ മുടിചൂടാമന്നനായ രത്തൻ ടാറ്റ, അതുകൂടാതെ നാരായണമൂർത്തി, സാം പിട്രോഡ, ഇങ്ങനെയുള്ള പ്രമുഖന്മാരെ എല്ലാം ക്യാമ്പസുകളിൽ എത്തിക്കുകയും അവരിൽ നിന്നും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഫാക്കൽറ്റികൾക്കുമെല്ലാം അടൂർ ഗോപാലകൃഷ്ണനും അവിടെ എത്തിപ്പെട്ടു. അദ്ദേഹം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെയുള്ള പ്രഗത്ഭരെ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ഫാക്കൽറ്റി അംഗങ്ങളെയും വിസിറ്റിംഗ് പ്രൊഫസേഴ്സിനെ ഒക്കെ കൊണ്ടുവന്ന് അതിനൊരു അടിത്തറ പാകി ആ ഒരു ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂഷനെ ലോകോത്തര നിലവാരത്തിലാക്കിയതിൻ്റെ ജൈത്രയാത്ര വായിക്കുമ്പോൾ ശരിക്കും ഒരു മലയാളി എന്നുള്ള നിലയിൽ എനിക്ക് അഭിമാനം തോന്നുകയാണ്. സുഹൃത്തുക്കളെ, ഒരിക്കൽ നമ്മുടെ അന്നത്തെ കൊമേഴ്സ് മിനിസ്റ്റർ ആയിരുന്നു എന്ന് തോന്നുന്നു കേന്ദ്രമന്ത്രി മുരശളിമാരൻ, അദ്ദേഹം ഒരു ടൈം മാഗസിൻ്റെ കവർ കാണിച്ചിട്ട് നമ്മുടെ കോശിയോട് ചോദിച്ചു, ഇതിൻ്റെ പുറംചട്ട കണ്ടോ നിങ്ങൾ? ഇതിൽ കാണുന്ന ഒരു വേസ്റ്റ് ബക്കറ്റിൻ്റെ ചിത്രമാണ്, ഒരു ലോകോത്തര ഡിസൈൻ ആയിട്ടുള്ള ഒരു വേസ്റ്റ് ബക്കറ്റിൻ്റെ ചിത്രമാണ്. നമ്മുടെ ഒരു ഉൽപ്പന്നം എന്നായിരിക്കും ഇതിൻ്റെ പുറംചട്ടയിൽ വരിക എന്ന് ചോദിച്ചു. ആ ഒരു ചോദ്യമായിരിക്കാം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനെ പടുകുഴിയിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ച് ഏറ്റവും മികച്ച ഒരു സ്ഥാപനമാക്കുന്നതിന് വേണ്ടി അശ്രാന്ത പ്രയത്നം ചെയ്യുവാനായി അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഘടകം എന്ന് ഞാൻ കരുതുകയാണ്. മറ്റൊരു കേന്ദ്രമന്ത്രിയും അദ്ദേഹത്തിൻ്റെ ജൈത്രയാത്രയിൽ പങ്കാളിയായിട്ടുണ്ട്. ഒരിക്കൽ കേന്ദ്രമന്ത്രി കമൽനാഥ് ചോദിച്ചു, നിങ്ങൾക്ക് ഒരു ടേം കൂടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിൽ ഇരുന്ന് കൂടെ എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ ഏതൊരു IAS-കാരനും, ഞാൻ കൊച്ചാക്കി പറയുന്നതല്ല, ഏതൊരാളും ഒരു ഉദ്യോഗസ്ഥൻ എനിക്ക് ഒരു ടൈം കൂടെ തരുമോ സാർ, എനിക്ക് KSIDCയുടെ MD ആകാൻ പറ്റുമോ സാർ എന്ന് ചോദിച്ച് മന്ത്രിമാരുടെയും MLA-മാരുടെയും പുറകെ നടക്കുന്ന ഒരു കാലത്ത് കേന്ദ്രമന്ത്രി ചോദിക്കുകയാണ്, വൈ ഡോണ്ട് യു സെർവ് അനദർ ടേം ഇൻ ദിസ് ഓർഗനൈസേഷൻ? എത്ര ഹർഷപുളകിതമായിരുന്ന ഒരു സന്ദർഭമായിരിക്കും അതെന്ന് എനിക്ക് ചോദിക്കുകയാണ്. കാരണം നമ്മുടെ അഹമ്മദാബാദിൽ നിന്നും കെട്ടി ഇനി എങ്ങോട്ട് പോകണമെന്നുള്ള ഒരു ചിന്തയിൽ നടക്കുന്നതിന് പകരം അടുത്തൊരു 5 വർഷം കൂടി, അതായത് 10 വർഷത്തേക്കാണ് അദ്ദേഹത്തിൻ്റെ സേവന കാലാവധി തീരുക. അങ്ങനെ 2 ടേം മാത്രമേ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ആ 2 ടേമും പൂർത്തിയാക്കി
പിന്നെയും പോയി അനേകം സ്ഥാപനങ്ങളിൽ കൺസൾട്ടൻ്റായി മറ്റും വിവിധ തുറകളിൽ അദ്ദേഹത്തിന് സേവനമനുഷ്ഠിക്കാൻ ഭാഗ്യമുണ്ടായി. നമുക്കറിയാം, ഫാഷൻ സ്ഥിരാകേന്ദ്രമാണ് ഇറ്റലിയിലെ മിലൻ, അതുപോലെ തന്നെ പാരീസ്, ന്യൂയോർക്ക് എന്നിവിടങ്ങളിലുള്ള പ്രമുഖ സ്ഥാപനങ്ങൾ ഓഫറുകൾ വെച്ച് നീട്ടി സ്വീകരിച്ചിട്ടും പ്രലോഭിപ്പിച്ചിട്ടും അതിൻ്റെ പുറകെ വിദേശ രാജ്യത്തെ വലിയ കമ്പനിയുടെ തലവനാകാം എന്നുള്ള ആ ചിന്ത വെടിഞ്ഞുകൊണ്ട് നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി അർപ്പണ മനോഭാവത്തോടു കൂടി പ്രവർത്തിച്ച ഒരാളാണ് ശ്രീ കോശി. അനേകം പുരസ്കാരങ്ങൾ അദ്ദേഹം തേടിയെത്തിയിട്ടുണ്ട്. അതെന്തെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് കൈത്തറിക്കും നൈപുണ്യ വികസനത്തിനും ഫാഷനും ഡിസൈനുമെല്ലാം ഒരു ജീവിതം ഹോമിച്ച ഒരു മനുഷ്യന് രാജ്യം തന്നെ ഒരു അവാർഡ് കൊടുത്ത് സ്വീകരിക്കേണ്ടതാണ്, അംഗീകാരം കൊടുത്ത് സ്വീകരിക്കേണ്ടതാണ് എന്ന് എനിക്ക് തോന്നുന്നു. ശ്രീ അടൂർ ഗോപാലകൃഷ്ണന് 1986 തോന്നുന്നു പത്മശ്രീ ലഭിച്ചത്. 2000 ആണ്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പത്മവിഭൂഷൺ കിട്ടി. എന്ന് പറഞ്ഞതുപോലെ ഒരു കൊച്ചു പത്മശ്രീയെങ്കിലും കൊടുത്ത് നമ്മുടെ കോശിയെ ആദരിക്കുന്ന ആ ഒരു സുദിനം ഞങ്ങൾ റോട്ടറി അംഗങ്ങൾക്ക് കൈവരും എന്നുള്ള ഒരു ചിന്തയാണുള്ളത്. ഓൾ ദി ബെസ്റ്റ് ഡാലി, യുവർ ജേർണി കണ്ടിന്യൂസ്. ഇനിയും നമ്മുടെ പ്രകാശം പരത്തുന്ന കൂടുതൽ പുസ്തകങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. റോഷ്നിയുടെ പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിലേക്ക് ഏകദേശം 2 വർഷ കാലയളവ് ഞങ്ങൾ തരികയാണ്. അത് ഇതിലും വിപുലമായ ഒരു രീതിയിൽ റോട്ടറിയുടെ ഒരു വേദിയിൽ ഞങ്ങൾ നടത്തും എന്നുള്ള ഒരു ഉറപ്പ് നൽകിക്കൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. Sri Baiju, Mani Paul and Dr. Dali were together during the MBA days and the relationship continues even today. I invite Sri Baiju to felicitate. Ladies and gentlemen, it gives me immense pleasure to stand before you to felicitate classmate, hostelmate for 2 years, 50 years of friendship, Dali Uman Koshi, on this day when 2 of his books are being released by eminent gentlemen, and here representing 5 girls and 25 guys with whom he studied for 2 years, and that is after he turned the 3rd or 4th professional diversion that which I am told, which I did not know then. Anyway, I was one amongst us, and that is the final journey in academics as well as in his professional life which he made. Now that with his attempt to go for medicine, he achieved doctorate and then many other positions in his career. And he has come back to Kerala, come back to his hometown to pay back to the society. That is his motive now. And as Rotarian past district governor mentioned, let him be blessed with, and I am sure you and your organization, of which I am also a member, will make all-out efforts to get Dali that coveted position offered by the Indian government. Dali, I wish you all the best, and as a proud classmate and representing few of us here. And where is that sunlight lady, Roshni? You won't believe, all of us classmates, I especially each time I meet her, I propose to her, will you marry me in the next life? Hoping that one day, sometime in future, and she always says no. Now today I'm going to ask her, will you not marry me? Anyway, lots of love to you and wish you all the best. Thank you, ladies and gentlemen. Thank you so much. And now the hero of the evening, Dr. Dali Uman Koshi, will offer his reply speech. ശ്രീ BS ബാലേന്ദ്രൻ, ഏറ്റവും ബഹുമാന്യനായ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ, ശ്രീ ചെറിയാൻ ഫിലിപ്പ്, ശ്രീ GG തോംസൺ, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ജയശ്രീ, എൻ്റെ കൂടെ ധാരാളം വർക്ക് ചെയ്യുന്ന സായി, സീമ, ധാരാളം പേരുണ്ട് ഓഫീസിൽ നിന്നുള്ളത്. എല്ലാവർക്കും പ്രത്യേകം പറയുന്നു. അതുപോലെ തന്നെ ആൻ്റണി തോമസ്, ശ്രീ രഘുനാഥ്, ബൈജു മാണി പോൾ, ഇന്ന് സംസാരിച്ചു കഴിഞ്ഞ എല്ലാവരോടും പ്രത്യേകം നന്ദി.
വാസ്തവത്തിൽ ഇങ്ങനെ ഒരു പുസ്തകം 2021-22 കാലഘട്ടത്തിൽ ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ച പുസ്തകം ആണിത്. അപ്പം അത് റൺവേ ടു സ്കിൽഡ് ഇന്ത്യ എന്ന പുസ്തകവും ഞാൻ ബാലേന്ദ്രനെ ഏൽപ്പിക്കുന്നു. അതിനുശേഷം ഒരു സുപ്രഭാതത്തിൽ സിറിലിൻ്റെ കോൾ വരുന്നു, ട്രാൻസ്ലേഷൻ നടത്തി കഴിയാറായി. ഞാൻ പറഞ്ഞു ഏത് പുസ്തകം, എന്തിൻ്റെ ട്രാൻസ്ലേഷൻ? പുള്ളി പറഞ്ഞു ബാലേന്ദ്രനെ ഏൽപ്പിച്ചു, ഓൾ ബൈ ഡിസൈൻ, അതിൻ്റെ ട്രാൻസ്ലേഷൻ. എനിക്ക് അത്ഭുതം തോന്നി, കാരണം ഞാനിത് ആവശ്യപ്പെട്ട കാര്യമല്ല. ഞങ്ങളിങ്ങനെ ചർച്ച ചെയ്യും പല കാര്യങ്ങളും. അതിൽ ഇന്ത്യൻ ഡിസൈൻ എഡ്ജ് എന്ന പുസ്തകം എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ അത് കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയതുകൊണ്ട് പിന്നെ അതിനെപ്പറ്റി ആലോചിച്ചില്ല. അപ്പോൾ ശ്രീ ബാലേന്ദ്രനാണ് ഈ പുസ്തകത്തിനെടുത്ത മുൻകൈക്കും അതുപോലെ അതിൻ്റെ പുറകിൽ അദ്ദേഹം അർപ്പിച്ച അർപ്പണ മനോഭാവത്തിനും ആദ്യമായിട്ട് നന്ദി കൊടുക്കേണ്ടത്. അതുകൊണ്ട് ബാലേന്ദ്രന് പ്രത്യേകം എൻ്റെ അഭിവാദനങ്ങൾ. സിറിലിൻ്റെ മനോഹരമായ ഭവനത്തിൽ അദ്ദേഹത്തെ പോയി കണ്ടു. അതേ ഈ കയ്യെഴുത്ത് പ്രതി മുഴുവൻ സ്വന്തം കൈപ്പടയിൽ എഴുതിയ അത് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. അതിനുശേഷം അത് കുറേ അധികം അതിനകത്ത് പിന്നെയും പണികളുണ്ട്, കാരണം ടെക്നിക്കലായിട്ടുള്ള ഒത്തിരി വേർഡ്സ് ഉണ്ട്. ഇപ്പം നൈപുണ്യവും തമ്മിലുള്ള മത്സരം ഇപ്പോൾ നമ്മൾ കേട്ടു. അതുപോലെ അടൂർ സാറിനെ കാണാൻ പോയപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇതിന് മലയാളത്തിൽ എന്തെങ്കിലും പേര് കണ്ടുപിടിക്കാമായിരുന്നോ എന്ന് ചോദിച്ചു. അതിനു മുമ്പും എനിക്ക് തോന്നുന്നത് എ.ജി. ജോർജ് സാറാണ് ആദ്യമായിട്ട് എന്നോട് ഫോണിൽ കൂടെ ചോദിച്ചത്, ഡാലി അതെന്തായാലും ഒരു മലയാളത്തിലാക്കാഞ്ഞത് എന്നൊരു പേര്. അപ്പം അതിലുള്ളൊരു പ്രോബ്ലം, ആദ്യം ഈ കോവിഡിൻ്റെ സമയത്ത് ഒരു ലോക്ക്ഡൗൺ ഡയറി ആയിട്ടാണ് ഇത് തുടങ്ങുന്നത്. യഥാർത്ഥത്തിൽ മിസ്റ്റർ മോദി ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്ന ദിവസം ഒരു ഗോസ്റ്റ് സിറ്റിയായി ഗുർഗാവ് മാറുന്നു. അപ്പം അതിനു മുമ്പ് 2001 ജാനുവരി 26 അഹമ്മദാബാദിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടാകുന്നു. 8.2 റിച്റ്റർ സ്കെയിൽ, ചിലതൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 7.7 എന്നാണ്. പക്ഷേ ശരിക്കും അന്ന് 8.2-ൽ കൂടുതൽ അനുഭവപ്പെട്ട ഒരു എർത്ത്. ആ എർത്ത് കഴിഞ്ഞ് അഹമ്മദാബാദ് എങ്ങനെ അനുഭവപ്പെട്ടോ അതിനേക്കാൾ ഭീകരമായൊരു സ്ഥിതിയാണ് അന്ന് ഗുർഗാവിലെ ഞങ്ങൾ 14-ാം നിലയിലാണ് താമസിക്കുന്നത്. റോഷ്നിയും അലികയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ആ ഒരു സമയത്ത് നമ്മളുടെ മൊത്തത്തിലൊരു നിരാശാബോധം നമ്മളെ ഗ്രസിക്കാനിടയുള്ളൊരു സന്ദർഭമാണ്. അങ്ങനെ ഒരു സന്ദർഭത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇതിനകത്ത് ഓരോ ദിവസവും ഇതിനകത്ത് തുടങ്ങുന്നത് തന്നെ എനിക്ക് തോന്നുന്നത് മാർച്ച് 24-നാണ്, 23-ാം തീയതിയാണ് ആദ്യത്തെ തുടങ്ങുന്നത്. അത് ഈ ഒത്തിരി പ്രാവുകൾ വന്ന് ഈ ഞങ്ങളുടെ ബാൽക്കണിയിൽ ഇരിക്കും, ഒത്തിരി ചെടികൾ റോഷ്നി വളർത്തുമായിരുന്നു. ചമ്പ ട്രീസ് പല കളേഴ്സിൽ ഒക്കെ ഉണ്ടായിരുന്നൊരു സമയം. അപ്പോൾ അവിടെ ഇരുന്ന് ഓരോ ദിവസവും രാവിലെ തോന്നുന്ന കാര്യങ്ങൾ എഴുതി. അതാണ് പ്രസിദ്ധീകരിച്ച ആദ്യം. ഇപ്പോൾ ഈ നോട്ട് ബൈ ഡിസൈനിലൂടെയാണ് നമ്മുടെ ജീവിതം കുറേ അധികം കാലം കടന്നു പോയത്. അത് പിന്നെ ജിജി തോംസൺ മനോഹരമായ ഭാഷയിൽ പറഞ്ഞോളെ അതിന് വേറെ ഏതോ ഒരു ശക്തി, തീർച്ചയായിട്ടും അത് ദൈവത്തിൻ്റെ ആണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു ശക്തി പ്രവർത്തിച്ച കാരണം ആയിരിക്കണം ഈ പറഞ്ഞ സംഭവവികാസങ്ങളൊന്നും പ്ലാൻ ചെയ്ത്. അതിന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വാക്കാണ് സെറൻഡിപ്പിറ്റി എന്ന് പറയുന്നത്. ഒരു സെറൻഡിപ്പിറ്റസ് ജേർണിയുടെ ഒരു ഔട്ട്കമാണ് എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ സെറൻഡിപ്പിറ്റിക്കുള്ള ഒരു ഗുണം, നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്നൊരു സന്ദർഭം, അത് ജിജി ചൂണ്ടിക്കാണിച്ചോണം. ഒഴുക്കിനനുസരിച്ച് എപ്പോഴും പോകണം എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ മാറ്റങ്ങൾ വരുത്താൻ പറ്റില്ലെന്നിരിക്കും. ഒഴുക്കിനെതിരെ സഞ്ചരിക്കാൻ തയ്യാറായാൽ ചിലപ്പോഴൊക്കെ അതിന് പ്രത്യേകത ഉണ്ടാകും. ഉദാഹരണമായിട്ട് ഞാൻ പറയാൻ കാരണം, 1950-ലാണ് ആദ്യത്തെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഖരഗ്പൂരിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്ഥാപിക്കുന്നത്. 1961-ലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് കൽക്കട്ടയിൽ സ്ഥാപിക്കുന്നത്. ഏറെക്കുറെ അതേ വർഷം തന്നെ നവംബറിലാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ, അതിൻ്റെ ഒറിജിനൽ പേര് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഡസ്ട്രിയൽ ഡിസൈൻ ആയിരുന്നു. അതാണ് പിന്നീട് മാറി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ എന്ന പേരായത്. അപ്പോൾ ഡിസൈനും ടെക്നോളജിയും മാനേജ്മെൻറ്റിനും, ടെക്നോളജി അന്ന് വളരെ ആവശ്യമായിരുന്ന ഒരു കാലമായിട്ടുണ്ടായിരിക്കേണ്ട ഒരു 10 വർഷത്തെ വ്യത്യാസം ടെക്നോളജിയും മാനേജ്മെൻറ്റും ഡിസൈനും തമ്മിലുണ്ടായത്. പക്ഷേ ജവഹർലാൽ നെഹ്റുവിനെ പലതരത്തിൽ ആളുകൾ കുറ്റം പറയുമെങ്കിലും ഞാൻ കണ്ടെടുത്തോളം ഇന്ന് മോഡേൺ ടെമ്പിൾസ് ഓഫ് ഡെമോക്രസി എന്ന് അന്ന് വിളിച്ച ഈ സ്ഥാപനങ്ങളെല്ലാം ഉണ്ടായത് ആ ഒരു കാലത്താണ്. അത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ആണെങ്കിലും കൊള്ളാം, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ ആണെങ്കിലും കൊള്ളാം. ഞാൻ മൗണ്ടനിയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ടുണ്ട് ഒരു ദിവസം. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്
ജവഹർലാൽ നെഹ്റു. അദ്ദേഹം അപ്പം അതിനെഴുതിയ ഒരു ഇനോഗ്രേഷൻ ദിവസം എഴുതിയൊരു കത്തുണ്ട്. ആ കത്തിൽ ഞാൻ കുറച്ചുകൂടെ പ്രതീക്ഷിച്ചു. അദ്ദേഹത്തിൻ്റെ മനോഹരമായ ലാംഗ്വേജിലുള്ള ഒരു കത്തായിരിക്കുമെന്ന് വിചാരിച്ചാണ് അത് ഞങ്ങളുടെ ഈ 50 Years of NID എന്ന് പറയുന്ന പുസ്തകത്തിൽ അത് കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു ഓഫീസിൽ ആരോ എഴുതിയ കത്തിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ താഴെ സിഗ്നേച്ചറെ കാണുന്നുള്ളൂ. പക്ഷേ ജവഹർലാൽ നെഹ്റുവും വിക്രം സാരാഭായും ഗൗതം സാരാഭായും ഗീര സാരാഭായും ഉണ്ടായ സംഭാഷണങ്ങൾ, എങ്ങനെ പുപ്പുൽ ജേക്കർ എന്ന് പറയുന്ന ഒരു ലേഡി ഒരു മ്യൂസിയം ഓഫ് മോഡേൺ ആർട്ടിൻ്റെ ഒരു എക്സിബിഷൻ കാണാൻ അമേരിക്കയിൽ പോകുന്നു. അവിടെ വെച്ച് ചാൾസ് സീംസിനെ കണ്ടുമുട്ടുന്നു. ചാൾസ് സീംസിനെ കണ്ടുമുട്ടുന്ന ആ ഒരു കാലത്തിന് ശേഷം തിരിച്ചു വന്നിട്ട് അവിടെ നടന്ന അതേ എക്സിബിഷൻസ് ഇന്ത്യയിലേക്ക് വരുന്നു. അതിൻ്റെ പേര് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, ടെക്സ്റ്റൈൽസ് ആൻഡ് ഓബ്ജക്ട്സ് ഓഫ് ജുവലറി. ഇതായിരുന്നു എക്സിബിഷൻ. ആ എക്സിബിഷൻ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു 100 പ്രോഡക്ട്സ്. ആ എക്സിബിഷൻ നടക്കുന്ന സമയത്താണ് ശരിക്കും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ ഉണ്ടാക്കണം എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതിന് കാരണം അന്ന് പുപ്പിൽ ജേക്കർ പ്രൈം മിനിസ്റ്ററുടെ അഡ്വൈസറായിരുന്നു. അപ്പോൾ വളരെയധികം ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ലേഡി, സറീന ഓഫ് ആർട്ട് ആൻഡ് കൾച്ചർ ആൻഡ് ഡിസൈൻ എന്ന് വിളിക്കാറുണ്ട് അവരെ പറ്റി. ഞാൻ ഭാഗ്യവശാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി ഇനോഗ്രേറ്റ് ചെയ്യുന്ന ദിവസം പുപ്പിൽ ജേക്കറും അന്നത്തെ ടെക്സ്റ്റൈൽ മിനിസ്റ്ററും ഒക്കെ ഉണ്ടായിരുന്ന കൃഷ്ണകുമാർ, നമ്മുടെ സ്റ്റേറ്റിൽ നിന്ന് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്, അന്ന് കൃഷ്ണകുമാർ ആയിരുന്നു ടെക്സ്റ്റൈലിൻ്റെ സ്റ്റേറ്റ് മിനിസ്റ്റർ. അദ്ദേഹവും സന്നിഹിതനായിരുന്ന ഒരു പടം നിങ്ങൾ കണ്ടു കാണും. ആ പടമാണ് നിഫ്റ്റ് തുടങ്ങുന്നത്. അത് സമ്രാട്ട് ഹോട്ടലിൻ്റെ ഒരു ആർക്കേഡിൽ വെച്ചാണ് ഈ ഇനോഗ്രേഷൻ നടക്കുന്നത്. അപ്പോൾ പറഞ്ഞത്, ഈ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിന് പുറകിൽ വലിയൊരു ഒരു ഒരു സംഭവബഹുലമായ പരമ്പരകൾ തന്നെയുണ്ട്. ഇപ്പോൾ ഇത് ബാംഗ്ലൂരിൽ തുടങ്ങാനായിട്ട് ബോർഡ് സ്ഥാപിക്കുന്നു. ആ ബോർഡിൽ വിക്രം സാരാഭായ് വളരെ ബിസിയായിട്ട് ഇസ്രോയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് ഗൗതം സാരാഭായിയെയും ഗീര സാരാഭായിയാണ് ഇതിൽ ചുമതലപ്പെടുത്തുന്നത്. അവർ രണ്ടുപേരുമാണെങ്കിൽ വളരെയധികം വിദ്യാഭ്യാസവും ഡിസൈനുമായിട്ട് വളരെ ബന്ധമുള്ള ആളുകളാണ്. അവർ ബാംഗ്ലൂരിൽ ബോർഡ് കൂടുന്നു. ആ ബോർഡ് മാറ്റി അഹമ്മദാബാദിലേക്ക് കൊണ്ടുവരാൻ നടക്കുന്ന ശ്രമങ്ങൾ, അതെന്തുകൊണ്ട് അവർ ഒടുവിൽ വിജയിച്ചു? ഒടുവിൽ എന്തുകൊണ്ട് മുനിസിപ്പൽ കോർപ്പറേഷൻ പാൽഡി കോച്ചറബ് എന്ന് പറയുന്ന ഏറ്റവും വ്യവസായത്തിൽ മുന്നിട്ട് നിന്നിരുന്ന ഒരു ഗ്രാമത്തിൽ സബർമതിയുടെ അരികിലൂടെ ഒഴുകുന്ന ഒരു സ്ഥലത്ത് അന്ന് 26.5 ഏക്കർ ഉണ്ടായിരുന്നു. അത് ലീസായിട്ടല്ല, ഇത് ജവഹർലാൽ നെഹ്റുവിൻ്റെയും അതുപോലെ തന്നെ ഗൗതം സാരാഭായിയുടെയും ആ ഒരു ശ്രമം കൊണ്ട് മുനിസിപ്പൽ കോർപ്പറേഷനാണ് ആ സ്ഥലം കൊടുക്കുന്നത്. പിന്നെ അത് അഹമ്മദാബാദ് നഗരം വളർന്നപ്പോൾ ഏറ്റവും കണ്ണായ സ്ഥലം സബർമതിയുടെ തീരത്ത് വന്നുവിട്ടു. അപ്പോൾ അങ്ങനൊരു സ്ഥലം ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ വന്നു പെട്ടു. അങ്ങനെ സംഭവിച്ചത് എന്തുകൊണ്ട് എന്നൊക്കെയുള്ള ചരിത്രം ഇതിനകത്ത് പുസ്തകത്തിൽ പറയുന്നതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കടക്കുന്നില്ല. പക്ഷേ പറയാൻ വന്നത്, ഈ ഓൾ ബൈ ഡിസൈനിൻ്റെ ഘടകങ്ങൾ നമ്മൾ ആലോചിക്കുമ്പോൾ കൈത്തറി രംഗത്ത് നമ്മൾ വളരെ നിസ്സാരമായിട്ട് കരുതും കേരളത്തിന് എന്തെങ്കിലും പങ്കുണ്ടോ ഈ ഫാഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചതിൽ. ഇപ്പോൾ ചെറിയാൻ ഫിലിപ്പ് നല്ലൊരു പറഞ്ഞു, റാമ്പിൽ 13 സ്ത്രീകളുടെ കൂടെ അദ്ദേഹം റാമ്പിൽ നടന്ന കാര്യം പറഞ്ഞു. അതുപോലെ നിഫ്റ്റ് തുടങ്ങിയതിന് ശേഷം പുപ്പുൽ ജേക്കറും SK മിശ്രയും അഗ്നിഹോത്രിയും ചേർന്ന ഒരു വലിയൊരു ത്രയം ഇതിൻ്റെ പുറവിൽ പ്രവർത്തിച്ചാണ് അന്ന് ഫിനാൻസ് മിനിസ്ട്രിയിൽ നിന്ന് ഫാഷനെ പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് LC ജെയിനും മറ്റും തുടർച്ചയായിട്ട് പത്രങ്ങൾ നിഫ്റ്റ് ആലോചിക്കുമ്പോൾ തന്നെ എതിർത്ത ആളുകളാണ്. നമ്മൾ കാണും പുള്ളിയുടെ മകൻ ശ്രീനിവാസ് ജെയിനെയൊക്കെ ചിലപ്പോൾ TV-യിൽ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫാദറാണ് ഏറ്റവും വലിയ ഒരു നിഫ്റ്റിനും ഫാഷനും എതിരായിട്ടുള്ള ഒരു വലിയ മൂവ്മെൻറ്റ് തന്നെ നടത്തിയത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് തുറന്നതിന് ശേഷം ശരത് യാദവ് ചെറിയാൻ ഫിലിപ്പിൻ്റെ കൂട്ട് നിഫ്റ്റിൻ്റെ ഈസ്റ്റ് പ്ലാസയിൽ വരികയും അദ്ദേഹം ഇറങ്ങാൻ പോകുമ്പോൾ പത്രക്കാർ പടമെടുക്കുന്നു. പത്രക്കാർ പടമെടുത്തപ്പോൾ പുള്ളി പുറകിൽ എന്താണെന്ന് ശ്രദ്ധിക്കുന്നില്ല. സ്വിമ്മിങ് കോസ്റ്റ്യൂം ഇട്ട പെണ്ണുങ്ങളുടെ മാനക്വിനായിരുന്നു പുറകിൽ. അപ്പോൾ അടുത്ത ദിവസം പത്രത്തിൽ ഫ്രണ്ട് പേജ് വന്നത് ശരത് യാദവ് ടെക്സ്റ്റൈൽ മിനിസ്റ്റർ കുറേ സ്വിമ്മിങ് കോസ്റ്റ്യൂം തീരെ ഏറെക്കുറെ നഗ്ന പ്രദർശനം നടത്തുന്ന സ്ത്രീകളുടെ മുമ്പിൽ നിൽക്കുന്നു. അദ്ദേഹവും കോപാകുലനായി. അങ്ങനെ 1991 ഗവൺമെൻറ് ഓർഡർ ഇടുന്നു ഫയൽ നിഫ്റ്റ് അടച്ചുപൂട്ടാനായിട്ട്. ആർക്കും അറിഞ്ഞൂടാ ഇന്ന് 19 നിഫ്റ്റ് ഉള്ളപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമോ? അന്ന് ഞങ്ങൾ കുറച്ച് പേര് ഫാക്കൽറ്റികൾ പറയുന്നു, മിസ്സസ് ഛായ ആയിരുന്നു അന്ന് എക്സിക്യൂട്ടീവ് ഡയറക്ടർ, മിസ്റ്റർ ദർ ഒരു കാശ്മീരി ആയിരുന്നു ടെക്സ്റ്റൈൽ സെക്രട്ടറി, അദ്ദേഹത്തെ കാണുന്നു, നിങ്ങൾ ഗവൺമെൻറ് അടച്ചുപൂട്ടിയാലും ഇന്നുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക. അവിടെ ഞങ്ങൾ ഫാക്കൽറ്റികൾ പലതരത്തിലുള്ള വരുമാന മാർഗ്ഗങ്ങൾ ആരായും പിള്ളേരെ പഠിപ്പിക്കുകയും ചെയ്യാം. എന്നെ സംബന്ധിച്ചിടത്തോളം 2 ജോലി കണ്ണൂരുണ്ടായിരുന്നു, അതെല്ലാം വിട്ട്
നമ്മുടെ ഭാവി തന്നെ അപകടത്തിലാകുന്ന ഒരു ഡെവലപ്മെൻറ്റാണ് അവിടെ ഡൽഹിയിൽ നടന്നത്. കാരണം അവിടെ പോയി ജോയിൻ ചെയ്തു, US ട്രെയിനിങ് കഴിഞ്ഞു, വന്നു, സ്ഥാപനം തുടങ്ങുന്നു. ഞങ്ങൾ 4 പേരെയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അയക്കുന്നത്. 2 പേര് ആശോ ബക്ഷയും എൽസ ഡിസൂസയും, ഞാൻ മിത്ര ഡിവാഴ്സ് മാർക്കറ്റിംഗ് ആൻഡ് മാനേജ്മെൻറ്റിനും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് രാമലിംഗം, വിദ്യാസാഗർ, ഡേവിഡ് ജോൺസൺ ഈ മാനുഫാക്ചറിങ് ടീമിനെ, അങ്ങനെ ഒരു ചെറിയ സംഘമാണ് ഈ നിഫ്റ്റ് സ്ഥാപിക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു സംഭവബഹുലമായ ഒരു 91-92 പീരിയഡ്. അതിനുശേഷം ഭാഗ്യവശാൽ അതൊക്കെ കെട്ടടങ്ങുകയും പിന്നെയാണ് പുതിയ ക്യാമ്പസ് ഡൽഹിയിലുണ്ടാകുകയും അവിടെ നിന്ന് ഫാഷൻ്റെ ഒരു വലിയ യുഗം. കേരളത്തിലെയും ഇന്ത്യയിലെയും ആളുകൾക്ക് ചിലപ്പോൾ തീരെ പരിചയമില്ലായിരുന്നൊരു വാക്ക് ഫാഷൻ ഏറെക്കുറെ എല്ലാവർക്കും പരിചയമാണ്. റോഷിനെ പറ്റി കുറേ അധികം പറഞ്ഞതുകൊണ്ട് പുള്ളിക്കാരി ട്രെയിനിൽ ഇങ്ങനെ പോകുന്നു. ട്രെയിനിൽ പോകുമ്പോൾ അടുത്തിരിക്കുന്ന ഒരാൾ, അന്ന് കൊച്ചുമോനും കൂടെ ഉണ്ട്. അപ്പോൾ അവർ തമ്മിൽ സംസാരം കേട്ടപ്പോൾ തോന്നി ഭർത്താവ് ഇവിടെ ഇല്ല, സ്ഥലത്തില്ല എന്ന് മനസ്സിലായി. അപ്പോൾ അടുത്തിരുന്ന വളരെ ബുദ്ധികൂർമ്മതയുള്ള ഒരു എഡിറ്ററാണെന്ന് മനസ്സിലാക്കാതിരുന്ന് മണർകാട് മാത്യു ആയിരുന്നു ആ കമ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്നത്. അദ്ദേഹം ചോദിക്കുന്നു, നിങ്ങളാരാണ്, നിങ്ങളുടെ ഭർത്താവ് ആരാണ്? അപ്പോൾ പറഞ്ഞു, എൻ്റെ ഭർത്താവ് ഇങ്ങനെ FIT ന്യൂയോർക്കിൽ, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂയോർക്കിൽ ഇങ്ങനെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സെലക്ട് ചെയ്ത് പഠിക്കാൻ പറ്റിയിരിക്കുകയാണ് ഫാഷനെക്കുറിച്ച്. അദ്ദേഹം വളരെ പൊടുന്നനെ ഇത് പിടിച്ചെടുക്കുകയും ഞാനുമായിട്ട് ബന്ധപ്പെട്ട് വനിതയിൽ ഒരു ദീർഘ പരമ്പര ഫാഷനെക്കുറിച്ച് തുടങ്ങാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇന്ന് ആളുകൾക്ക് ഓർമ്മയില്ലെങ്കിലും ഒരു പക്ഷേ ഇന്ന് കേരളത്തിൽ ഫാഷനെക്കുറിച്ച് ആദ്യം പ്രസിദ്ധപ്പെടുത്തിയത് വനിതയാണ്. ആ വനിതയിൽ അതിനെപ്പറ്റി എഴുതിയ ആദ്യത്തെ ആർട്ടിക്കിൾ മുതൽ എനിക്കൊരു 5-6 ലക്കങ്ങൾ പ്രസിദ്ധിച്ചിട്ടുണ്ടാവും. ആദ്യത്തെ വസന്തകാലം എങ്ങും റോസാപുഷ്പങ്ങൾ എന്ന തലക്കെട്ടിൽ അവിടെ ഇരുന്നുകൊണ്ട് ഇതെല്ലാം ഒട്ടിച്ച് പോസ്റ്റ് ചെയ്യുന്നത് മണർകാട് മാത്യു അത് കൺവേർട്ട് ചെയ്ത് നല്ല മനോഹരമായിട്ട് ഫുൾ പേജൊക്കെ ഉണ്ടാക്കി വനിതയിൽ പ്രസിദ്ധിച്ചു. അങ്ങനെ ഒരു ഫാഷൻ്റെ ഒരു യുഗം നമ്മുടെ കേരളത്തിലും അന്ന് അനുഭവപ്പെട്ടു. പക്ഷെ അതിന് കാരണമുണ്ടായത് ശരിക്കും അന്വേഷിച്ചാൽ 1983 ഹാൻഡെക്സിൻ്റെ മാർക്കറ്റിംഗ് മാനേജരായിരിക്കുമ്പോൾ ഈ വെറും കൈത്തറി കൊണ്ട് തീർച്ചയായിട്ടും ഒരു പുരോഗമനപരമായ ഒരു കാര്യത്തിലേക്ക് എത്താൻ കഴിയില്ലെന്നൊരു തോന്നലിൽ നിന്ന് അന്ന് ബോർഡിൽ ചെയർമാൻ P. രവീന്ദ്രനായിരുന്നു, വൈസ് പ്രസിഡന്റ് പുത്തൽ നാരായണനായിരുന്നു, D. വിവേകാനന്ദൻ, ബാലേന്ദ്രൻ മെൻഷൻ ചെയ്ത് അദ്ദേഹം അന്ന് ബോർഡിലുണ്ട്, AK ബാലനുണ്ട്, അങ്ങനെ പല ആളുകളും. അപ്പോൾ അവരെല്ലാം ഏറെക്കുറെ കൺവിൻസ് ചെയ്ത് ഹാൻഡെക്സ് ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഒരു ഗാർമെൻറ്റ് യൂണിറ്റ് 30 മെഷീനുമായിട്ട് സ്ഥാപിക്കുന്നു. ഊറ്റുകുഴിയിൽ തന്നെ ഒരു സൈഡിലായിട്ടൊരു ഷെഡ് പോലെ നീളത്തിലുള്ള ഷെഡ്, അവിടെയാണ് ഇത് തുടങ്ങുന്നത്. നമ്മുടെ ഓവർ ബ്രിഡ്ജ് കാണുന്ന ഹാൻഡെക്സിൻ്റെ ഷോറൂമിൻ്റെ തൊട്ടടുത്തുള്ള അതിനോട് ബന്ധിപ്പിച്ചുള്ള ഷോറൂം ഹാൻഡെക്സ് ഇൻ്റർനാഷണൽ AC ഷോറൂം ഗാർമെൻറ്റ്സിന് വേണ്ടി 1983 തുടങ്ങുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ ഹാൻഡ് വീവിൽ ചെന്ന് പെട്ടു. നോക്കിയപ്പോൾ ഞാൻ നല്ലൊരു ജോലിയിലിരിക്കുകയായിരുന്നു ലക്നൗവിൽ. അപ്പോഴാണ് AE അഹമ്മദ് ഓൾ ഇന്ത്യ ഹാൻഡിക്രാഫ്റ്റ് ബോർഡ് മീറ്റിങ്ങിന് വരുന്നത്. അവിടെ വെച്ച് ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുന്നു. അന്ന് പറഞ്ഞു, നിങ്ങളെന്താ ഈ ഗോസായിമാരുടെ നാട്ടിൽ പോയി കിടക്കുന്നത് കോശി? എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയാണ് കണ്ണൂർ, ഞാനവിടെ ഹാൻഡ് വേവിൻ്റെ MD ആക്കാം, ഹാൻഡ് വേവിൻ്റെ കേരള ഗാർമെൻറ്റ്സ് സബ്സിഡറി ഉണ്ട്, ഇതിൻ്റെ എല്ലാം വലിയ. അങ്ങനെയാണ് ഈ പുസ്തകത്തിൻ്റെ തുടക്കം തന്നെ. ഈ ഹാൻഡ് വീവിൻ്റെ കഥയാണ്. അതിലെ കഥാപാത്രങ്ങളെപ്പറ്റി ഇന്ന് പറയാൻ ഞാൻ ഒടുങ്ങുന്നില്ല. അതൊരു വലിയ കഥയാണ്. അന്ന് എല്ലാ പത്രങ്ങളും വന്നു. അന്നത്തെ ഫിനാൻസ് മാനേജർ ഞാൻ ഡിസ്മിസ് ചെയ്യുന്നു. റോഷിനിയുമൊക്കെ ഒത്ത് ആരണ്യ നിവാസിൽ പോയി ഒളിച്ച് താമസിക്കുന്നു ഏതാണ്ട് ഒരാഴ്ച കൂടുതൽ. ഗൗരിയമ്മയായി അപ്പോഴത്തേനും E. അഹമ്മദ് പോയി, ഗൗരിയമ്മയായി അന്നത്തെ മിനിസ്റ്റർ. എന്നെ വിളിപ്പിക്കുന്നു. അവർ ടെലിപ്രിൻ്റർ മെസ്സേജ് അയക്കുന്നു. സോമസുന്ദരായിരുന്നു അന്ന് കളക്ടർ. ജിജിക്കറിയാം, സോമസുന്ദരൻ്റെ ഇമ്മീഡിയറ്റ് ജൂനിയർ ആയിരുന്നു, പുള്ളിയായിരുന്നു കണ്ണൂർ കളക്ടർ. അവിടുന്ന് ഓഫീസിൽ നിന്ന് സെർവ് ചെയ്യുന്നു എനിക്ക്. മിനിസ്റ്റർ അടിയന്തരമായിട്ട് ചെല്ലാനായിട്ട് പറയും. അപ്പോഴത്തേന് ഇന്നിപ്പം നമുക്ക് ഷൗക്കത്തിൻ്റെ കഥകൾ കേൾക്കുന്നതാണ്. ഇപ്പോൾ പുതിയ നിലമ്പൂരെ സ്ഥാനാർത്ഥി, അദ്ദേഹത്തിൻ്റെ ഫാദറാണ് അന്ന് നിയമസഭയിൽ കടുത്ത ആക്രമണം എനിക്കെതിരായിട്ട് നടത്തുന്നത്. ഞാൻ ഇദ്ദേഹത്തെ ഡിസ്മിസ് ചെയ്തതിന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, കാരണം അത് വളരെ സെൻസിറ്റീവായിട്ടുള്ള ഇഷ്യൂസ് ആയതുകൊണ്ട് ഇപ്പോഴും സെൻസിറ്റിവിറ്റി കാണാം. അങ്ങനെ ആ ആളുകളെ അന്ന് ഒരു IAS ഉദ്യോഗസ്ഥൻ, നമ്മുടെ G. ഗോപാൽപിള്ള IAS ആയിരുന്നു അന്ന് ഇൻഡസ്ട്രി സെക്രട്ടറി. അദ്ദേഹത്തെ ഞാൻ പോയി കാണും, നിവൃത്തിയില്ലാഞ്ഞിട്ട് ഇവരുടെ ഈ പ്രശ്നങ്ങൾ കാരണം. അദ്ദേഹം പറയുന്നു, എനിക്കൊരു വലിയൊരു ബുദ്ധി തോന്നുന്നു, നിങ്ങളുടെ എത്ര ബോർഡ് മെമ്പേഴ്സുണ്ട്? ഞാൻ പറഞ്ഞു 21 പേരുണ്ട്, അത് നമുക്ക് 9 ചുരുക്കാം. ഞാൻ പറഞ്ഞു അത് വളരെ കുറഞ്ഞു പോകത്തില്ല സർ. അങ്ങനെ 12 എക്സ്ട്രാ ഓർഡിനറി ഗസറ്റ് രാത്രിയിൽ ഇഷ്യൂ ചെയ്യുന്നു. ഒരിക്കലും കേൾക്കാൻ പോലും ഇന്ന് പറ്റാത്തൊരു കഥയാണ്. അർദ്ധരാത്രിയിൽ എക്സ്ട്രാ ഓർഡിനറി ഗസറ്റിലൂടെ 21 ബോർഡ് മെമ്പേഴ്സ് ഉണ്ടായതല്ലേ 9 പേരെ പിരിച്ചുവിടുന്നു. ഈ ബഹളം കോർപ്പറേഷനിൽ നടത്തിക്കൊണ്ടിരുന്ന ആളുകളെ മുഴുവൻ
ഒറ്റ രാത്രി കൊണ്ട് പിരിച്ചുവിടുന്നു. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. 2.5% ഷെയർ അന്ന് പ്രൈവറ്റ് ഷെയർ ഹോൾഡിംഗ് ഉണ്ട് ഈ കേരള സ്റ്റേറ്റ് ഹാൻഡ് ഓൺ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷന്. അതുകൊണ്ട് ഇത് ഗവൺമെൻറ് ഉത്തരവിട്ടാലും അത് ഒരു AGM വായിച്ച് അല്ലെങ്കിൽ EGM വായിച്ച് അത് അപ്രൂവൽ വാങ്ങിക്കണം. അന്ന് സോമസുന്ദരത്തിൻ്റെ സഹായത്തോടുകൂടി അവിടെ പോലീസ് പ്രൊട്ടക്ഷനോടുകൂടിയാണ് ലീലാമ്മ എന്ന് പറഞ്ഞൊരു ലേഡിയാണ് ഗവൺമെൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്ത് വന്നത്. ഞങ്ങൾ രാത്രി അവിടെ മീറ്റിംഗ് നടത്തിയത് വായിക്കുന്നു, ഇവരെ എല്ലാം ഒപ്പിട്ട് പുറത്താക്കുന്നു. അങ്ങനെയാണ് പിന്നെ ഉള്ള അവിടുത്തെ സംഭവങ്ങളും പെറിയലിസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു, എക്സ്പോർട്ട് നടക്കുന്നതും അത് IIM ഒരു ചെറിയ കേസ് സ്റ്റഡിക്ക് ഉപയോഗിക്കുന്നുണ്ട്. ബിസിനസ് ഇന്ത്യ അത് റിപ്പോർട്ട് ചെയ്തു. പക്ഷേ ഈ ഹാൻഡെക്സ് ഇൻ്റർനാഷണലും കേരള ഗാർമെൻറ്റ്സ് എന്ന് പറയുന്ന ഈ സ്ഥാപനം ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും ഫാഷൻ രംഗത്തേക്ക് പോകില്ലായിരുന്നു. കാരണം അവിടെ വെച്ചാണ് ഈ ഫാക്ടറിയിലെ ചില പടങ്ങൾ നിങ്ങൾ കണ്ടു. ബ്ലെയറും രാധാകൃഷ്ണനും അന്നത്തെ ചെയർമാൻ ചേർന്ന് ഞങ്ങൾ ഓരോ മെഷീൻ്റെ അടുത്ത് നടക്കുകയും ഓരോ ഫാബ്രിക്കും ചെക്ക് ചെയ്യുകയും ബ്ലെയർ പറയുന്ന കാര്യങ്ങൾ പഠിക്കുകയും ഞാൻ ആദ്യമായിട്ട് കേരള ഗവൺമെൻറ് അപ്രൂവൽ നിന്ന് US പോയി ഈ ഓർഡർ മേടിക്കുകയും 45,000 ഷർട്ടിൻ്റെ ഓർഡറിൻ്റെ കാര്യം പറഞ്ഞു. അങ്ങനെ ചെയ്തതുകൊണ്ടാണ് അന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എങ്ങനെ നിഫ്റ്റ് തുടങ്ങണമെന്നുള്ളൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് നിൽക്കുന്നത്. അന്നാണ് മിത്ര ഡിവേഴ്സിനെ HHECയിൽ നിന്നും ഡാർലി കോഷി ഇങ്ങനെ കേരള ഗാർമെൻറ്, അന്ന് എനിക്ക് 1.5 വർഷം പിന്നെ നിൽക്കുകയാണ് എൻ്റെ ടേമിൽ. അന്ന് ഗൗരിയമ്മയെ കാണാൻ പോകുന്നു. അവരോട് പറയുന്നു ഇങ്ങനെ, മാഡം എനിക്ക് പഠിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്, ഇവർ FIT എന്നെ വിടാൻ പോവുകയാണ് US. അതുകൊണ്ട് ഞാൻ അനുവാദം. അവരാണെന്ന് മോഹനേന്ദ്രനോട് പറയുന്നു, ശമ്പളം കൂട്ടിക്കൊടുക്കാനായിരിക്കും ഇയാൾ ഈ വേല കാണിക്കുന്നത്, ഇടപെടാന്ന് വിളിക്കുന്നത് പുള്ളിക്കാരത്തി. അപ്പോൾ പറഞ്ഞു ഞാൻ പോയി മോഹനേന്ദ്രനെ കാണണമെന്ന് പറഞ്ഞു. എന്നിട്ടേ ഉള്ളൂ എന്ത് തീരുമാനവും. ഞാൻ പോയി മോഹനേന്ദ്രനെ കണ്ടു പറഞ്ഞു, സാർ ഇതിന് ശമ്പളമായിട്ട് ഒരു ബന്ധമില്ല, എനിക്ക് കഷ്ടിച്ച് 30-31 വയസ്സേ ഉള്ളൂ, ഇനിയും പഠിക്കാൻ ആഗ്രഹമുണ്ട്, അതുകൊണ്ട് ഇതൊരു നല്ല അവസരമാണ്, എനിക്ക് സാമ്പത്തിക സ്ഥിതി ഒരിക്കലും ഉണ്ടാകത്തില്ല അമേരിക്കയിൽ പോയി പഠിക്കാനായിട്ട്. അങ്ങനെയാണ് ഈ സംഭവഗതികൾ തിരിയുന്നത്. അപ്പോൾ ചാടിച്ചാടി നടന്നുവെന്ന കാര്യം ശരിയാണ്. പക്ഷേ അതിൻ്റെ പുറയിൽ നമ്മൾ എന്തോ ഒരു അദൃശ്യമായ കരങ്ങൾ എവിടെയോ പ്രവർത്തിക്കുന്നു. അതുകൊണ്ടാണിത് മലയാളത്തിലാക്കാനായിട്ട് ബുദ്ധിമുട്ട് നേരിട്ടത്. എല്ലാം രൂപകൽപ്പന, എല്ലാം ഡിസൈൻ മയം എന്നൊക്കെ പല പേരുകൾ ഞങ്ങൾ ആലോചിച്ചു. ഡിസൈൻ നെയ്ത കാലം എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ ഓൾ ബൈ ഡിസൈൻ എന്ന് പറഞ്ഞു തരുന്ന ആ ഒരു വാചകം അത് ഈ പുസ്തകത്തിൻ്റെ അപ്പം അങ്ങനെ ഒടുവിൽ സിറിലുമായിട്ടൊക്കെ ഞങ്ങൾ ഒത്തിരി ഫോണിലൊക്കെ സംഭവിച്ചു, പല എൻ്റെ കൊളീഗ്സ് ശ്രമിച്ചു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു. ജിജി അതിനെ അഭിനന്ദിച്ചാൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം അദ്ദേഹത്തെ ഞാൻ വളരെ ഒരു സതീർത്ഥ്യനോ അല്ലെങ്കിൽ സഹപാഠി കൂടുതൽ ഒത്തിരി ബഹുമാനിക്കുന്ന ആളാണ്. അപ്പോൾ ജിജി പറയുന്നത് നല്ല കാര്യമാണ് ചെയ്തതെന്ന്, അതിന് പേരുമാറ്റമൊന്നും വരുത്താതെ അത് തന്നെ പിന്നെ അടൂർ സാറും അത് പിന്നെ സമ്മതിച്ചു എന്ന് തന്നെയാണ് എനിക്ക് വിശ്വസിക്കുന്നത്, മാറ്റം വരുത്താതിരുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ തുടർച്ച. ജീവിതത്തിൻ്റെ ആദ്യത്തെ ഘട്ടങ്ങൾ പറഞ്ഞതൊന്നും ഡിസൈൻ നമ്മൾ വിചാരിച്ചുകൊണ്ടുള്ള സംഭവിച്ചതല്ല, ഇതെല്ലാം നോൺ ബൈ ഡിസൈൻ സംഭവിച്ചതാണ്. പിന്നെ നടന്നത് കുറേയൊക്കെ നമ്മൾ ചെയ്തത് ഓൾ ബൈ ഡിസൈനും ഏതോ ഒരു ശക്തിയുടെ കഴിവുകൊണ്ടുണ്ടായതാണ്. അപ്പോൾ ഇത് ഞാൻ ഇത്രയും നീണ്ടുപോയ ഒരു ദിവസം, ഒരു നല്ല സന്ദർഭം. ജിജി പറഞ്ഞോണം സപ്തതിയിൽ എത്തിയിരിക്കുന്നു. അതിൻ്റെ വാക്ക് ഇംഗ്ലീഷിൽ തപ്പിയപ്പം സോമേഷാണ് ആ ഫിലിം ഉണ്ടാക്കിയത്, അദ്ദേഹത്തിന് നന്ദി പറയണം. 5 മിനിറ്റിൽ നല്ല ഒരു ചിത്രം. അതെൻ്റെ കൂടെ ഇപ്പോൾ ഞാനിപ്പോൾ വേൾഡ് ക്രാഫ്റ്റ് കൗൺസിലിൻ്റെ ഒരു സ്ട്രാറ്റജിക് അഡ്വൈസർ ആയതുകൊണ്ട് അദ്ദേഹം എനിക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു ഫിലിമാണത്, ഒരു വീഡിയോ ആണത്. അപ്പോൾ അത് അദ്ദേഹത്തെ ഞാൻ അനുമോദിക്കുന്നു. അതിനു മുമ്പ് ഈ കവിത എല്ലാവരും അഭിനന്ദിച്ചു. ആ കവിതയുടെ പുസ്തകം ജേക്കബ് മാത്തക് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ബൈജുവിനും രജീവിനും ടോം തോമസിനും സുധീറിനും ഒക്കെ അറിയാവുന്ന ഞങ്ങളുടെ ജേക്കബ് മാത്തക്കിനാണ് ആ പുസ്തകം ഡിസൈൻ ചെയ്തത്. സാധാരണ ഇത് ശ്രീകുമാറിൻ്റെ പേരായിരുന്നു വരേണ്ടത്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ഇത് വളരെയധികം ബുദ്ധിമുട്ടി ജേക്കബ് മാത്തക്കൻ ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് അവിടെ എഴുതിയിരിക്കുന്നത്. കവർ ഡിസൈൻ ആൻഡ് ബുക്ക് ഡിസൈൻ ബൈ ജേക്കബ് മാത്തകൻ. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കുള്ള പ്രത്യേക നന്ദി ഞാൻ ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും ദയാവായ്പോടുകൂടി എന്താ പറയുക പലതരം വാക്കുകൾ പരാമർശിച്ച് എന്നെപ്പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ഒരു നിയോഗം. അങ്ങനെ നമ്മൾ ചെയ്യുന്നു, അത് അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ലവ് ആൻഡ് ടൈം. Thank you so much. And now for a formal expression of gratitude, I invite Srimati Aisha Baby to convey the same. So good evening, ladies and gentlemen. All by design. The ceremony that we had a while ago, everything was designed, everything is pre-designed by Almighty. So first of all, let me take this moment to thank Almighty who designed the entire program that happened a while ago. And let me thank Almighty for giving me this opportunity to express my gratitude, the gratitude from our Sadbhavna Trust first. And
speaking about myself, I would say if yarn is a guy and if color is a girl, I would say the love between them can be defined as design, if I'm not wrong. Dr. Sir, do you agree? Yeah. So I fell in love with this design as a young girl. I'm from Kasaragod. I'm born and brought up in Kasaragod, but let me introduce myself. I run a manufacturing concern in apparels. And when as a young girl, I was in love with the design. So അതുകൊണ്ടാണ് ഈ 6ാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ ഈ ഡോളിനൊക്കെ ഉടുപ്പുണ്ടാക്കിയിട്ടാണ് യാത്ര തുടങ്ങിയത്. അപ്പം പപ്പ ഈ പോക്കറ്റ് മണിക്കൊക്കെ ഭയങ്കര എഗെയിൻസ്റ്റ് ആയിരുന്നു. അപ്പം അതുകൊണ്ട് ഈ ബുക്സൊക്കെ ഫാഷൻ ബുക്സൊക്കെ മേടിക്കാനുള്ളൊരു ക്യാപിറ്റൽ അന്ന് ഇല്ലായിരുന്നു. അപ്പം ചെറിയ പ്രായത്തിൽ തന്നെ വീട്ടുജോലിയും പുറത്തുള്ള ജോലിയൊക്കെ ചെയ്ത് അച്ഛൻ അങ്ങോട്ട് ഓഫർ ചെയ്താൽ ഞാൻ ഇന്ന ജോലിയൊക്കെ ചെയ്യാം, എനിക്ക് പൈസ തരുമെന്ന്. അപ്പം അത് ആൻഡ് എവറിത്തിങ് വാസ് ടു ബൈ ഓൾ ദ ഫാഷൻ മാഗസീൻ. ബിക്കോസ് കുട്ടിയായിരിക്കുമ്പം എപ്പോഴോ പണ്ട് അച്ഛൻ ബോംബെയിൽ ആയ കാലത്ത് അമ്മ ധരിച്ചുകൊണ്ട് ഇരുന്ന ശീതലും രൂപമിലുള്ള എക്സ്ക്ലൂസീവ് കളക്ഷൻസ് കണ്ട് വളർന്നുകൊണ്ടായിരിക്കും ഐ ഹാഡ് എ ഫ്ലെയർ ആൻഡ് ഫാൻസി ടുവേർഡ്സ് ഫാഷൻ ഡിസൈൻ. അപ്പം അവിടുന്ന് തുടങ്ങിയ ഒരു ഓൺട്രപ്രനോറിയൽ ജേർണി. ഇറ്റ് ടുക്ക് മീ ആസ് എൻ ഇന്ത്യൻ ഡെലിഗേറ്റ് ടു റെപ്രസെൻറ്റ് ഇന്ത്യ അറ്റ് ബ്രിക്സ് ഫാഷൻ സമ്മിറ്റ് ഇൻ മോസ്കോ. അപ്പം താങ്ക് യു സോ മച്ച്. And for me, I felt my journey was very adventurous. അതുകൊണ്ട് പറയാം, the romantic affair with the fabric, a romantic escapade. അപ്പം നേരത്തെ ജിജി സർ പോമിനെ കുറിച്ചിട്ട് വിവരിക്കുകയുണ്ടായി. ബട്ട് ഇഫ് ഐ ഡോണ്ട് റിസൈറ്റ് ദിസ് പോം, I would be doing injustice to the occasion today. So let me. Romantic escapade. This was the rendezvous where we met for years. This was the celestial abode where we made love. The earth and thickets knew her sighs. The hills and valleys knew her voice. Our love soared as birds over the hills. Our kisses became a song and went with the wind. Her tears of joy trickled down and moistened the earth and the grass. The gifts of my labor, the sweat of my passion. Rewards of my frantic amour, loves of my ecstatic joy populated the air with winged angels of love. So, ladies and gentlemen, a Gemini man. A Gemini man is an ideas person, the star of every meeting, and this meeting, of course. Dr. Dali Umankoshi. Thank you, sir, for having launched 2 great books, all by design, which I would call an encyclopedia for aspiring entrepreneurs, businesses who are into apparel, and of course, students in the textile and fashion community. To learn from his experiences, it is a great book. And the second one, The Gemini Man, Dr. Dali himself, the jack of all trades, speaks out his emotions through them, very warm and very heartfelt. ഇന്നലെയാണ് ബാലചന്ദ്രൻ സർ ബുക്ക് തന്നത്. അപ്പോൾ അതുകൊണ്ട് ഓൾ ബൈ ഡിസൈൻ വായിച്ച് തീർക്കാൻ പറ്റില്ല. ബട്ട് എപ്പോഴും ഐ ഹാഡ് എ ഫ്ലെയർ ഫോർ പോയട്രി. സോ I went through all his poems and this is amazing, sir. So let me take the opportunity to thank Srimati Jaya Shri Kumar, our secretary, Sadbhavna Trust, who started with the warm welcome speech, and our president. And for the presidential address, our chairman, Shri B.S. Balachandran sir, for having invited, first of all, for having invited me to deliver this vote of thanks. Special thanks to you, sir. And I couldn't say no to him. He just told me about this, and because I had a story to share with him regarding the dream of joining NIFT. Maybe that's why he chose me to, say the vote of thanks today. So thank you, sir, for having me. And getting on to what he spoke,
regarding the junk clothes and the good clothes. Like we are all aware of the junk foods and good food, so that was a very intellectual thought. So I would, I would mark his words here. And we also thank Dr. Mr. Tamban sir for our chief editor for his relentless work for making this possible. And we thank the most notable and renowned filmmaker in India, Shri Adur Gopalakrishnan sir, for accepting our invitation and by releasing the book, All by Design. I must especially mention the Rotary family who are present here in large numbers. In fact, if you see the first, visual itself started with the Rotary, logo, mainly because, now they are all sitting here, but 1976 when I won the Rotary International Gold Medal, Cherian mentioned about NS Warrior Endowment Prize. It was also supposed to be a gold medal, but the endowment's interest did not have enough money to buy a sovereign gold. So they gave me cash. Whereas the actual Rotary International Gold Medal, which I received in Bolgatti Palace, with Justice V.R. Krishnaiyer as the jury in the Sealord Hotel, that stands as one of the best elocution competitions I have won personally. And therefore, when they inducted me 2 years back to Rotary, I felt a connection. And I am so amazed that, but despite the rain, hail, storm, all of you are present here, still not leaving your seats. I am very thankful to all of you. Sorry to interrupt. No, that's absolutely okay, sir. Because all the sophisticated crowd seated here are Dr. Dali's darlings. So let me continue. Yes, Adur Gopalakrishnan sir for accepting our invitation and by releasing the book All by Design, the great man who beautifully picturized the strong emotion called love can penetrate even the high walls. I'm talking about the Mammootty starrer Madilugal. Yes, that was amazing work of art, sir. Thank you so much for that wonderful contribution to our industry. Thank you, Shri Cherian Philip sir, the political historian of Kerala and India and the author of several books, for gracing the occasion by his presence. Thank you, Shri Gigi Thompson sir, for releasing the book Gemini Man. And I have a story again to share here. When I started my career in fashion, like I started my entrepreneurial journey when I started a firm when I turned 18 years of age. So before I started my firm, I worked in a company called Dolex Knitwear in E19 Industrial Complex in Kanchikode, Palakkad. So I was working in the admin department and I used to write a number of letters to Gigi sir when he was working in KSIDC as a MD of KSIDC during the 2000-2001 time. Yeah. So I also used to wonder if this person is mad. I always used to wonder, do I address it as dear sir or dear madam? So there was a confusion. So I could easily relate to what he mentioned earlier. And thank you, Gigi Thompson sir, for elaborating on the poems of Gemini Man. And thank you, our translator, Shri Cyril sir. Thank you so much for clarifying a lot of words again here. And thank you, Shri Kumar, for the typesetting beyond. Yeah, please, may I have you on stage, sir? In this heavy rains, he worked and toiled hard to get this book out on time. He's a great guy, I tell you. And Sindhu, I must mention, she really worked hard though. She had to go on a tour to sell. And we have our regards to Sindhu also. Yes, and we would again love to thank our comparer, Parvati ma'am, seated here. You did a wonderful job. And again, yeah. The people who really graced and made us laugh today is the old-time friends of Dr. Dali himself. So for the felicitations, we would love to thank Professor again,
beginning with a guru of Dr. Dali's, Professor A.G. George, and also, yes, and his friends, Shri R. Raghunath, Shri Baiju Mani Paul, Shri Anthony Thomas, and the light and sound, the hotel guys, the person who served us tea and snacks, and last and but not the least, the wonderful audience here who accepted Dr. Dali's invitation, Sadbhavna Trust invitation, and became a part of this magnificent event. And without closing, without ending off, I would love to quote a stanza, a verse from a song by singer Reshma, because I think this song better resonates to what experiences we had a while ago. May I? अक्सर शबे तन्हाई में कुछ देर पहले नींद के बीती हुई दिलचस्पियाँ गुजरे हुए दिन ऐश के बनते हैं शम्मे जिंदगी और डालती है रोशनी मेरे दिले सदोजात पर मेरे दिले सदोजात पर मेरे दिले सदोजात पर. So these two books is a light to the experiences of this great man, and so lucky and so blessed to be a part of this occasion. And here we wind off. Yes, thank you so much. Thank you, Aisha. Ladies and gentlemen, please do rise for the national anthem. जनगण मन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्छल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मागे गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे.